നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭാരതാംബയുടെ ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ്. CPI ചേർത്തല സൗത്ത് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാനം രാജേന്ദ്രൻ നഗറായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സമ്മേളനം തുടങ്ങിയത്. ആലപ്പുഴയുടെ തിയേറ്ററുകളിൽ ആവേശമുണർത്തി ആലപ്പുഴക്കാർ പിന്നണിയിൽ പ്രവർത്തിച്ച മലയാള സിനിമ തഗ് പ്രദർശനം ആരംഭിച്ചു. നിറഞ്ഞ ആവേശത്തോടെ ആലപ്പുഴക്കാർ തഗ്ഗിനെ വരവേറ്റു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാനതല രാപ്പകൽ സമരയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. സമാപന ദിവസം 5 കേന്ദ്രങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭാരതാംബയുടെ ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കി. രാജ്ഭവനിലെ സംഭവവികാസങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അല്ല, രാജ്ഭവനിൽ സംഭവിച്ചതിനകത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ആ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേവലമായി അവിടെ രാജ്ഭവൻ മാത്രം ചെയ്തതെന്നല്ല എന്നും ഇവരുടെ ഒരു രാഷ്ട്രീയ ധാരണയുടെ പുറത്ത് ചെയ്തതായിരിക്കുമെന്നുമാണ് ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ സംഘടനയ്ക്ക് ഇങ്ങനൊരു പ്രതിഷേധത്തിൻ്റെ കാര്യമില്ല. 2, ഭാരതാംബ എന്നുള്ളതിനെ ഇന്ത്യ ഗവൺമെൻറ് ഔപചാരികമായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് വെളിവാക്കുകയാണ് BJPയും RSSും ചെയ്യേണ്ടത്. അവരുടെ ഏറ്റവും പരമോന്നത നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഔദ്യോഗികമായി അംഗീകരിക്കാതിരിക്കുന്നത്? അപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു ചിഹ്നം, ഒരു ചിത്രം ഔദ്യോഗിക പരിപാടിക്കകത്ത് വേണമെന്ന് ശാഠ്യം പിടിക്കുകയായിരുന്നു രാജ്ഭവൻ ചെയ്തത്. അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ഒരു സംശയം ഞാനെന്ന് ഉയർത്തി. അത് ശരിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് പറയാനാണ് BJPയും RSSും തയ്യാറാവേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ രാജ്യത്തെ ഏറ്റവും ആദരണീയരായ ആളുകളെല്ലാമാണ് ഉണ്ടായിരുന്നത്. അവരെക്കാൾ വലിയ ദേശസ്നേഹം നമുക്കാർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം നമ്മളിൽ ഇരിക്കുന്ന എല്ലാവരും, മിക്കവാറും മഹാഭൂരിപക്ഷം പേരും സ്വാതന്ത്ര്യത്തിന് ശേഷം പെറ്റുവീണ തലമുറയുടെ പ്രതിനിധികളാണ്. നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴികളിലൂടെ വന്നവരാണ്. അതിൻ്റെ പേരിൽ കിരാതമായ മർദ്ദനങ്ങളും ജയിലറകളുമെല്ലാം ഏറ്റുവാങ്ങിയവരാണ്. അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഭരണഘടനയിൽ അവർക്ക് ആർക്കും തോന്നിയില്ല ഇങ്ങനെ ഒരെണ്ണം ഉൾപ്പെടുത്തണം എന്ന്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പറയാത്ത, ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്ത, ഔദ്യോഗികമായി ഇതാണ് ഭാരതാംബയുടെ ദൃശ്യം അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രമെന്ന് ഇന്നേ വരെയും സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വിഭാഗം മാത്രം ആചരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു കാരണവശാലും നാളെ ആയാലും സമ്മതിക്കുകയില്ല. രാജ്ഭവനിൽ സംഭവിച്ചത് രാഷ്ട്രീയ ധാരണയുടെ പേരിൽ സംഭവിച്ചതെന്നും ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് എന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഗവൺമെന്റിന് സാധിക്കത്തില്ല എന്നും ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ആരുടെയും കുത്തകയല്ല, ജവഹർലാൽ നെഹ്റു പോലും ഉയർത്തിയ മുദ്രാവാക്യം ഇതാണെന്നും ഇന്ത്യൻ ജനതയാണ് ഭാരത് മാതാവ് എന്നത്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തി നോക്കാത്തവരാണ് ഇപ്പോൾ അവകാശവാദവുമായി എത്തുന്നതെന്നും BJP ഇപ്പോൾ നടത്തുന്നത് പ്രതിഷേധ നാടകങ്ങളാണെന്നും സംഭവത്തിൽ തണുത്ത നിലപാടല്ല CPIയുടേതെന്നും പി പ്രസാദ് പറഞ്ഞു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആദ്യ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടികളിൽ പോലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാറില്ലെന്നും പി പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. CPI ചേർത്തല സൗത്ത് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാനം രാജേന്ദ്രൻ നഗറായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉയർന്നു വന്ന വാചകങ്ങൾ മാധ്യമങ്ങൾ പ്രകീർത്തിച്ചത് സാധാരണക്കാരൻ്റെ ബജറ്റ് എന്നെല്ലാമായിരുന്നു. ആ ബജറ്റിൽ സാധാരണക്കാരൻ്റെ ബജറ്റാവുന്നത് എങ്ങനെയാണ്? ആ ബജറ്റ് സാധാരണക്കാരൻ്റെ ബജറ്റാവുന്നു എന്ന് പറഞ്ഞതും ഇന്ത്യയിൽ ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നവർ ടാക്സിൽ നിന്ന് പുറത്താകുന്നു. അവർ ടാക്സ് കൊടുക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ മാർച്ച് 31 വരെ അവർ ടാക്സ് കൊടുക്കേണ്ടവരായിരുന്നു. ഈ ഏപ്രിൽ 1 മുതൽ അവർ ടാക്സ് കൊടുക്കണ്ട. ആ പൈസ ഇളവ് ചെയ്തിരിക്കുന്നു. ആ വരുമാനം വേണ്ട എന്ന് വെക്കുകയാണ്.
ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നവർ സർക്കാരിന് കൊടുക്കേണ്ടുന്ന ടാക്സുകൾ ഒന്നുമേ വേണ്ട എന്ന് വെക്കുകയാണ്. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഇതാ ഈ ഗവൺമെന്റ് വേണ്ട എന്ന് വെക്കുന്നു, ഇതാ ഇവരെ സഹായിക്കുന്നു. സാധാരണക്കാരന് ഇതിൽ കൂടുതൽ എന്തു വേണമെന്ന് പലരും ചോദിച്ചു. ആരാണ് ഈ 12 ലക്ഷം രൂപ കിട്ടുന്നവർ? 12 ലക്ഷം രൂപ ഒരു വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടണം. ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന എത്ര പേർ ഇന്ത്യയിലുണ്ട്? ഗവൺമെന്റിന്റെ തന്നെയും കണക്കുകൾ പറയുന്നുണ്ട്. 90% പേരും ഒരു മാസം 25,000 രൂപയ്ക്ക് താഴെ വരുമാനം കിട്ടുന്നവരാണ്. സംഘാടക സമിതി കൺവീനർ ബൈരഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, S സോമളൻ, CPI ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ V മോഹൻദാസ്, D സുരേഷ് ബാബു, ദീപ്തി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് KB ഷാജഹാൻ രാഷ്ട്രീയ റിപ്പോർട്ടും മണ്ഡലം സെക്രട്ടറി KB ബിമൽ റോയ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആലപ്പുഴയിലെ തിയേറ്ററുകളിൽ ആവേശമുണർത്തി ആലപ്പുഴക്കാർ പിന്നണിയിൽ പ്രവർത്തിച്ച മലയാള സിനിമ തഗ് പ്രദർശനം ആരംഭിച്ചു. നിറഞ്ഞ ആവേശത്തോടെയാണ് ആലപ്പുഴക്കാർ തഗ്ഗിനെ വരവേറ്റത്. തഗ് എന്ന് പറയുന്ന സിനിമ സൂപ്പറാണ്. അത് മാത്രമല്ല, ഇതൊരു ത്രില്ലർ മൂവിയാണ്. അതും സംവിധാന മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആദ്യ അവസാനം ഒരു ത്രില്ലറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ പടമാണ്. തീർച്ചയായും ഇതൊരു ഇന്നത്തെ ഈ തലമുറ ഇത് കാണാനും അത് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാകും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണെന്ന് പറയാത്ത തരത്തിലേക്ക് നല്ല നിലയിലൊരു ത്രില്ലർ സിനിമ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല സിനിമ തന്നെയാണ്. കാരണം 1.5 മണിക്കൂറുള്ളെങ്കിലും നല്ല മുഹൂർത്തങ്ങളും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഒരു സിനിമയാണ്. പടം നല്ല പടമാണ്. ഒരു മെസ്സേജുള്ള സിനിമയാണ്. സൂപ്പർ താരങ്ങളില്ലാതെ നല്ല സൂപ്പറായിട്ട് സിനിമ ചെയ്യാൻ കഴിവുള്ളൊരു സംവിധായകനും സംവിധായകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് കിട്ടിയ റോളുകൾ ഭംഗിയായിട്ട് ചെയ്ത പുതുമുഖങ്ങളും ഒരു നാളെയുടെ കാലത്ത് വാഗ്ദാനങ്ങളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല സിനിമയാണ്. പൂർണ്ണമായും ആലപ്പുഴയിൽ ചിത്രീകരിച്ചതും ആലപ്പുഴക്കാർ പിന്നണിയിൽ പ്രവർത്തിച്ചതുമായ തഗ് എന്ന സിനിമ പ്രദർശനം ആരംഭിച്ചു. നിറഞ്ഞ ആവേശത്തോടെയാണ് തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയത്. കേരളത്തിലെ 40-ൽ പരം തിയേറ്ററുകളിലാണ് ഇന്ന് പ്രദർശനം ആരംഭിച്ചത്. ആലപ്പുഴ, മുഹമ്മ, കുട്ടനാട് പ്രദേശങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. നവാഗത സിനിമാ സംവിധായകനായ ആലപ്പുഴ സ്വദേശി ബാലു എസ് നായരാണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പം കണ്ടിരിക്കുന്ന കൂടുതലും ക്രൂ മെമ്പേഴ്സാണ്. പുറത്തുനിന്ന് വന്നവർ നല്ലത് പറയുന്നു. ഞാൻ എൻ്റെ പടത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ജനം കണ്ടിട്ട് പറയട്ടെ. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. സന്തോഷം, ഒത്തിരി സന്തോഷം. ഒരുപാട് ദുരനുഭവങ്ങൾക്ക് ശേഷം നല്ലൊരു അനുഭവം. അതാണ് അതിൻ്റെ സത്യം. ഭയങ്കര സന്തോഷം ചേട്ടാ. ധ്യാൻ ശ്രീനിവാസൻ, സക്കറിയ പൗലോസ്, സിദ്ദിഖ്, സായ്കുമാർ, ബിന്ദു പണിക്കർ, ജോർജ്, വിനയ പ്രസാദ് എന്നിവരാണ് അഭിനേതാക്കൾ. KMC ചാനലിന്റെ മുൻ ക്യാമറമാനും ആലപ്പുഴ ചാത്തനാട് സ്വദേശിയായ ജഗൻ പാപ്പച്ചനാണ് സിനിമയുടെ ഛായാഗ്രഹകൻ. എല്ലാത്തിൻ്റെയും അടിത്തറ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമികമായി കിട്ടിയ നമ്മുടെ ചെറിയ ചെറിയ ചാനലുകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും KMCN ചാനലിൽ കൂടെ തന്നെ ആണ് എൻ്റെ തുടക്കം. അപ്പോൾ ഇപ്പോൾ ഏതായാലും സിനിമയിലെത്തി നിൽക്കുന്നു. സന്തോഷമുണ്ട്. ചാനലിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ആശംസ കൂടെ അറിയിക്കുന്നു. ഈ കൂട്ടത്തിൽ സിനിമ എല്ലാവരും കാണണമെന്നും കൂടെ ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ ചെയ്ത നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഒപ്പം ഒരുപാട് ചാനലുകൾ, ലോക്കൽ ചാനൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ബേസ് എൻ്റെത് ഈ ഫീൽഡ് തന്നെയാണ്, പ്രൊഫഷൻ ഇത് തന്നെയാണ്. അപ്പോൾ സിനിമയിൽ എത്തിപ്പെട്ടു. എന്തായാലും അങ്ങനെ ഒരു വർക്ക് ചെയ്യാനായി ഒത്തിരി സന്തോഷം. ജില്ലയിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടക്കുന്നത്. എല്ലാവരും പറയത്തില്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. ഞങ്ങൾ അങ്ങനല്ല, ഒന്നിച്ച് വഴിവെട്ടി വന്നവരാടാന്ന് പറയാൻ ഇഷ്ടം. അതാണ് ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം. ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും ഈ കൂട്ടായ്മ നിലനിൽക്കും. അങ്ങോളം ഉണ്ടാവും. ഞങ്ങൾ തുടർച്ചയായ സിനിമകൾ ചെയ്യും. മലയാള സിനിമയിൽ ഞങ്ങളൊരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടേ പോകത്തുള്ളൂ. എന്തായാലും ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല രാപ്പകൽ സമരയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. ശ്രീമതി MA ബിന്ദു നയിക്കുന്ന ആശമാന്റെ രാപകൽ സമരയാത്ര ഇതുവഴി കടന്നു വരുന്നു. മെയ് 5-ന് കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ച ജൂൺ 18-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നു.
മിനിമം കൂലിയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് രാപ്പകൽ സമരയാത്ര നടത്തുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം ആലപ്പുഴയിൽ നിന്നാണ് ആരംഭിച്ചത്. ആലപ്പുഴ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണത്തിനൊടുവിൽ ആലപ്പുഴ ആലുക്കാസ് ഗ്രൗണ്ടിൽ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം പേരെ നിങ്ങൾ നിയമിച്ചവരല്ലേ? നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിങ്ങളുടെ സഹായത്തോടുകൂടി ജോലിക്ക് കയറിയവരില്ലേ? നിങ്ങൾ പറയുന്നത് ന്യായമാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കൂച്ചുവലങ്ങുകളും എല്ലാ ചങ്ങലകളും പൊട്ടിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തും. ഇതിനെതിരായി നിങ്ങൾക്ക് എത്ര ആശാവർക്കർമാരെ കാണിക്കുവാൻ സാധിക്കും? നിങ്ങൾ ആശാവർക്കർമാരുടെ വേഷമണിയിച്ചുകൊണ്ട് മറ്റ് സ്ത്രീകളെ ആശാവർക്കർമാരെന്നുള്ള വ്യാജ സമരം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരുടെയും പിന്തുണ, ധാർമ്മികമായ പിന്തുണ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട്, അമ്പരപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനുണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് നിങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ജൂൺ മാസമോ ജൂലൈ മാസമോ നിയമസഭ നടക്കും. ഞങ്ങളെടുത്തിരിക്കുന്ന പ്രതിപക്ഷ MLA-മാർ എടുത്തിരിക്കുന്ന തീരുമാനം, കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ സമരം ആരംഭിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം ചേരണമെങ്കിൽ ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാരുടെ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാതെ സമ്മേളനം നടത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AA ഷുക്കൂർ, ഫാദർ സേവ്യർ കുടിയാശ്ശേരി, S ശരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച സംസ്ഥാന രാപ്പകൽ സമരയാത്ര 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. H സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇങ്ങനെയൊരു പ്രവർത്തനം വേറെ ഒരു ബാങ്ക് നമ്മുടെ സമീപത്ത് എവിടെയും നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ മികച്ച വിജയം വരിക്കുന്ന സമയത്ത് കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയൊക്കെ മിക്കവാറും ബാങ്കുകൾ നടത്താറുണ്ട്. പക്ഷേ ഇതുപോലെ സ്കൂൾ വർഷം ആരംഭത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ആ സമയത്ത് അംഗങ്ങളുടെ മക്കൾക്ക് സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഇതുപോലൊരു പദ്ധതി മറ്റൊരു ബാങ്കും ഇതുപോലെ പ്ലാൻ ചെയ്യുകയോ നടപ്പാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ബാങ്കിൻ്റെ ഭരണസമിതിയെ നിശ്ചയമായും പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇപ്പം ശാസ്ത്ര പഠനത്തെ എത്രത്തോളം വികസിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഈ 2025-ൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തും നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വേഗതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 15-20 കൊല്ലം കഴിയുന്ന നിങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ലോകം എങ്ങനെ ഒരു ലോകമായിരിക്കും നമുക്കിപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ മിക്കവാറും ഹോസ്പിറ്റൽ 2 RCCയിലും തലശ്ശേരി ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ മറ്റു ചില ഹോസ്പിറ്റലിലേക്ക് കൂടി റോബോട്ടിക് സർജറി വരുന്നു. 200 കുട്ടികൾക്ക് ബാഗ്, നോട്ട് ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയാണ് ബാങ്കിന്റെ 2024-25 വർഷത്തെ ലാഭവിഹിതത്തിൽ നിന്ന് വിതരണം ചെയ്തത്. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഭഗീരഥൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ബാങ്ക് വൈസ് പ്രസിഡന്റ് P സുരേന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ S വാഹിദ്, K സോമനാഥൻ പിള്ള, V ധ്യാനസുധൻ, PK ബൈജു, VN വിജയകുമാർ, K സുപ്രിയ, PS രാജേശ്വരി, സോഫിയ അഗസ്റ്റിൻ, കുമാരി മീനാമ്മ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KP സജി സ്വാഗതം പറഞ്ഞു. നമ്മൾ ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ അപകടത്തെക്കുറിച്ചും നമ്മുടെ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഈ സ്കൂൾ തുറന്ന ആദ്യത്തെ 15 ദിവസത്തോളം അത് സംബന്ധിച്ച പ്രത്യേക പഠനം ക്ലാസ്സുകളിൽ അധ്യാപകർ സംസാരിക്കുന്നതിന് വേണ്ടി അവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്കൊരു വാക്കാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്നിവിടെ വന്നിട്ടുള്ള കുട്ടികളെല്ലാം, എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും രാവിലെ സ്കൂളിൽ പോകുന്നു, ഏതോ 5-6 മണിക്കൂർ നേരം ആ സ്കൂളിലെ
വിവിധങ്ങളായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ള കുട്ടികളുമായി നാം എല്ലാവരും ഇടപെടുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ നമ്മുടെ വീട്ടിലും ഈ കുട്ടികൾ നമുക്ക് നന്നായി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അന്ന് വന്ന് വീട്ടിൽ അമ്മയോട് പെൺകുട്ടികൾ കൃത്യമായി പറഞ്ഞിരിക്കും. ആൺകുട്ടികളായാലും സ്കൂളിൽ എന്തൊക്കെയായിരുന്നു ഇന്ന് വിശേഷങ്ങൾ, ആ വിശേഷങ്ങൾ വന്ന് വീട്ടിൽ നിർബന്ധമായിട്ട് അമ്മയോടോ അച്ഛനോടോ ചേച്ചിയോടോ ചേട്ടനോടോ വന്ന് പറഞ്ഞിരിക്കുന്ന ആരെന്ത് പറഞ്ഞു. ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ സമൂഹമഠം പാർപ്പിട സമുച്ചയത്തിൽ വൻ അഗ്നിബാധ. ആലപ്പുഴയിലെ ഫയർഫോഴ്സ് യൂണിറ്റാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമില്ല. കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം രാജേശ്വരി മടത്തുമുറി ലൈൻ, മുല്ലക്കൽ ബാലാജി മണി മടത്തുമുറി ലൈൻ, മുല്ലക്കൽ റെഡ്ഡിയാർ അസോസിയേറ്റ് മടത്തുമുറി ലൈൻ, മുല്ലക്കൽ ആലപ്പുഴ ഉഷ മോഹൻകുമാർ കൈലാസ് മടത്തുമുറി ലൈൻ എന്നിവരുടെ വീടുകൾക്കും കൂടാതെ അരവിന്ദ് കൈലാസ് എന്നയാളുടെ വീട്ടിലേക്കുമാണ് അഗ്നിബാധ ഉണ്ടായത്. ആലപ്പുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി എൻ ജോയിയുടെ നേതൃത്വത്തിലുള്ള 3 യൂണിറ്റ് വാഹനങ്ങളിൽ സേനാംഗങ്ങളായ അമർജിത്ത് വിഷ്ണു വി നായർ, കണ്ണൻ ടി കെ, പത്മകുമാർ, കെ പി പ്രശാന്ത്, ഡാനി ജോർജ്, കണ്ണൻ, പുഷ്പരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയിലെ അംഗങ്ങളാണ് സംയോജിതമായ ഇടപെടലാണ് തീയണയ്ക്കാൻ സഹായിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മുല്ലക്കൽ തെരുവിൽ സമീപമുണ്ടായിരുന്ന വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതെ സംരക്ഷിക്കുവാൻ സാധിച്ചു. പാർപ്പിട സമുച്ചയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 6ഓളം ഗ്യാസ് സിലിണ്ടറുകൾ സേന അപകടമില്ലാതെ പുറത്തെടുത്തു. അതിനിടയിൽ 2 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഉഷ മോഹൻദാസ് എന്നയാളുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. തകഴി നിലയത്തിൽ നിന്നുമുള്ള അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുരേഷ് എസിന്റെ നേതൃത്വത്തിലുള്ള 1 യൂണിറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ പ്രസംഗത്തിലൂടെ അപമാനിച്ചെന്നാരോപിച്ച് KC വേണുഗോപാൽ MPയുടെ ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. DYFI ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. DYFI ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ആലപ്പുഴ തിരുവമ്പാടി ഭാഗത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്നു. തുടർന്ന് DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാർ, ആലപ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കുര്യൻ, സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS വോളണ്ടിയേഴ്സുമായി സഹകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി A Tree for A Goal എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ നേടിയ 52 ഗോളുകളുടെ പ്രതീകമായിട്ടാണ് 52 വൃക്ഷത്തൈകൾ കൈമാറിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജൂൺ 1 മുതൽ 7 വരെ ഈ ക്യാമ്പയിൻ നടത്തി വരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന പരിപാടിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി സ്റ്റേറ്റ് സെക്രട്ടറി ശോഭിത് ജോഷി സ്വാഗതം പറഞ്ഞു. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനവും വൃക്ഷത്തൈ വിതരണവും നിർവഹിച്ചു. ഒരു ഗോളിന്റെ ആവേശം അതിനേക്കാളും ഇരട്ടിയാണ്. ഒരു ഗോൾ നേടാൻ വേണ്ടി എടുത്ത അധ്വാനവും ആ ഗോൾ തീർത്ത ആവേശവും ആത്മവിശ്വാസവും എല്ലാം കൂടി കണക്കിലെടുക്കുന്നത് A Tree for A Goal പോലെ നമുക്ക് 1000കണക്കിന് തൈകൾ അതിൻ്റെ പേരിൽ വെച്ചുപിടിപ്പിക്കണം. മരം വെച്ചുപിടിപ്പിക്കേണ്ടത് അനിവാര്യത എന്താണ്? മരമൊക്കെ ഇങ്ങനെ വെക്കേണ്ടതുണ്ടോ തോന്നിയേക്കാം. എല്ലാ പരിസ്ഥിതി ദിനത്തിലും മരം വെക്കൽ എന്നൊരു ചടങ്ങാണ്. ആ ചടങ്ങ് ഏതാണ്ട് അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഞാൻ കൂടുതലായി ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പരിപാടികൾ പോകാറുള്ളത്. നമുക്ക് നിലപാടുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അനാവശ്യമായ ഒത്തുതീർപ്പുകൾക്ക് കുട്ടികൾ വഴങ്ങാറില്ല. ഞങ്ങൾ മുതിർന്നവരാണ് അനാവശ്യമായ ഒത്തുതീർപ്പുകൾക്കെല്ലാം വഴങ്ങുന്നത്. ആ അനാവശ്യമായ ഒത്തുതീർപ്പുകളാണ് പ്രകൃതിക്ക് കൂടുതലായി പരിക്കേൽക്കുന്നതിന് കാരണമായി തീരുന്നത്. ഇന്ന് നട്ടു ഒരു മരം ഞാനിവിടെ. ഈ മരം ആരാണ് പരിപാലിക്കുന്നത്? എനിക്കിത് എന്നായിരിക്കും ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാൻ പോലും പറ്റും. ഒരു ചടങ്ങ് എന്ന തരത്തിൽ ഞാനത് നട്ടു, ഉദ്ഘാടനം ചെയ്തു, ഞാൻ പോയി. ആരും നോക്കാനില്ലാതെ ഉണ്ടാവരുത്. നാഷണൽ സർവീസ് സ്കീമിൽ വോളണ്ടിയറെങ്കിലും അതിനൊരു ചുമതല എടുക്കണമെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഒരാളുണ്ടാവണം. ആരാ ഉണ്ടാവും? ക്ലബ് POC ആൻഡ് സ്റ്റേറ്റ് കോർ കമ്മിറ്റി മെമ്പർ അഭിജിത്ത് KS അധ്യക്ഷനായി. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ, ചേർത്തല യുവർ കോളേജ് പ്രിൻസിപ്പൽ KE തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അർബുദമകറ്റാം ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാന ക്യാൻസറുകളായ വദനാർബുദം, വൻകുടലിലെ അർബുദം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി പ്രതിരോധിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത് വീട്ടിലെ ക്യാൻസർ രോഗികളെ കണക്കാക്കുമ്പോൾ സ്റ്റേറ്റ് റിസർവ് നോക്കിയാൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യത്തിൽ ഏറ്റവും ഒരു ബെറ്ററായ സ്റ്റേറ്റാണ് കേരളം. എഡ്യൂക്കേഷനും ഹെൽത്തിന്റെയും കാര്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് വരുന്ന അത് പല കാലങ്ങളായി പല വർഷങ്ങളായി നാം ആരംഭിച്ച മികവിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ SD കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VR പ്രഭാകരൻ നായർ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. ലിറ്റിൽ ചാമ്പ്യൻ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്തിന് നൽകി MLA പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ അനു വർഗീസ്, ഡോക്ടർ M അനന്ത്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസർ ഡോക്ടർ K ചിത്ര എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് കൃഷ്ണ, നവജേത് കിരൺ എന്നിവർ 1ാം സ്ഥാനം നേടി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് മണ്ണഞ്ചേരിയിൽ വമ്പിച്ച സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. ഈ മഹാന്മാരായ സഹകമർ അദ്ദേഹത്തിന്റെ തല തല്ലി പൊളിച്ച കേസ് ഇന്ന് ആലപ്പുഴ കോടതി കിടപ്പുണ്ട്. അത് വേറെ കാര്യം. കോടതിയുടെ ദിനം അറിയാം. കേസ് നമ്പർ വായിച്ചിട്ട് സഖാവ് കൃഷ്ണപിള്ളയുടെ തല തല്ലി പൊളിച്ച 1ാം പ്രതി 2ാം പ്രതി എന്നൊക്കെ വിളിക്കുന്നത് ആ കോടതി തിണ്ണയിരുന്ന കേൾക്കാം. അതും നടന്ന സ്ഥലമാണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന മണ്ണാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് ഉടലെടുത്തിരിക്കുന്ന ജീർണതകൾക്കെതിരെ സംസാരിക്കുന്ന അഴിമതിരഹിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് G സുധാകരൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മണ്ണാണ്. ഈ പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണ്. ആ മണ്ണിലൂടെയാണ് ആ MA ബിന്ദുവിനെ പോലെ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ തന്നെ കടന്നു വന്ന് ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുത്ത് ആ സമരത്തെ കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒരു സമര പ്രക്ഷോഭ പരിപാടിയായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പ്രിയപ്പെട്ട ബിന്ദുവിനെ എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മേഖലാ സ്വാഗത സംഘം ചെയർപേഴ്സൺ PA സബീന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MS ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ P തമ്പി, KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് M രവീന്ദ്രദാസ്, KPCC വിചാർ വിഭാഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CC നിസാർ, DKTF ജില്ലാ പ്രസിഡന്റ് G ചന്ദ്രബാബു, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, SUC കൺവീനർ ഇമാമുദ്ദീൻ ഫാത്തിമ, അൻഷമ്മ എന്നിവർ സംസാരിച്ചു. ചെറുതല കാളികുളം ശ്രീവിലാസം NSS കരയോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ ചെറുതല താലൂക്ക് യൂണിയൻ ആസ്ഥാനത്തെ മന്നത്താചാര്യന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അധികാരമേറ്റു. അപ്പം ആ ഒരു താല്പര്യം പ്രധാനം. ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇന്നത് ആളാകണം, അല്ലെങ്കിൽ എനിക്ക് വക്കീലാകണം, എനിക്കൊരു ഡോക്ടറാകണം. നമ്മൾ മെഡിക്കൽ കോളേജ് പോകുമ്പോഴൊക്കെ ഡോക്ടറുടെ വേഷം, നടപ്പ്, ഇത് ബുക്കുകൾ, ഇതൊക്കെ നമ്മൾ ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്ന അവസരത്തിലാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വീടിൽ നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോഴാണ് എല്ലാവരും വീണ്ടും അതല്ല നമുക്ക് അത്രയാണ് താല്പര്യം എന്നതുപോലെ കുട്ടികൾക്ക് വ്യക്തമായൊരു ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ആ ദുബായ് എന്നുള്ള പേര് ഓർത്തിരുന്നത്. അപ്പോൾ അതേപോലെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും അതിനുള്ള നിയന്ത്രണം കൊടുക്കുന്നതിനുമൊക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് രക്ഷകർത്താക്കൾ. അതുപോലെ തന്നെ ഈ ഇപ്പോൾ പല വീടുകളിൽ ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തിരുവല്ല, അതുപോലെ പത്തനംതിട്ട, ഈ ചേത്തല ഭാഗത്ത് കുറവാണെന്നാണ് സർവകലാശാലയിൽ പറയുന്നത്. പല വീടുകളിലും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലനിയിൽ രാധാകൃഷ്ണൻ ദീപം തെളിയിച്ച ശേഷം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ CB മോഹനൻ നായർ, N രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് C മധു, NSS ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, കരയോഗം പ്രസിഡന്റ് P അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭാരതാംബയുടെ ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ്. CPI ചേർത്തല സൗത്ത് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാനം രാജേന്ദ്രൻ നഗറായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സമ്മേളനം തുടങ്ങിയത്. ആലപ്പുഴയുടെ തിയേറ്ററുകളിൽ ആവേശമുണർത്തി ആലപ്പുഴക്കാർ പിന്നണിയിൽ പ്രവർത്തിച്ച മലയാള സിനിമ തഗ് പ്രദർശനം ആരംഭിച്ചു. നിറഞ്ഞ ആവേശത്തോടെ ആലപ്പുഴക്കാർ തഗ്ഗിനെ വരവേറ്റു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാനതല രാപ്പകൽ സമരയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. സമാപന ദിവസം 5 കേന്ദ്രങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.